ഹായ് നമസ്കാരം. PSC പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുറക്കാൻ പോണത് ഒരു നിധിപ്പെട്ടി പോലെയാണ്. മാർച്ച് 10 ഒറ്റ ദിവസം. പക്ഷേ ഈ ഒരൊറ്റ തീയതിയിൽ നിന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുത്താൻ പോണ കുറഞ്ഞത് ഒരു 4-5 ചോദ്യങ്ങളെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു മാർക്ക് പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ വേഗം തുടങ്ങാം. ഒരൊറ്റ തീയതി അത് പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എന്ത് മാറ്റം വരാനാന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഉറപ്പു തരാം, ഒരുപാട് മാറ്റം വരും. കാരണം എന്താണെന്നറിയോ, ആയിരക്കണക്കിന് പേര് മറന്നുപോകുന്ന ചില കണക്ഷനുകളെ നമ്മളിന്ന് പഠിക്കും. ആ കണക്ഷനുകളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒരു പടി മുന്നിലെത്തിക്കുന്നത്. ആ ഓരോ മാർക്കിനും സ്വർണത്തിന്റെ വിലയുണ്ട്, ഓർക്കണം. ശരി, നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കൊച്ചി എയർപോർട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, മെട്രോ സ്റ്റേഷനുകൾ, ഇവിടെയൊക്കെ സുരക്ഷാ ചുമതലയിൽ ഒരു പ്രത്യേകതരം യൂണിഫോം ഇട്ടവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരാണവർ? എന്താണ് ആ സേനാവിഭാഗത്തിന്റെ പേര്? അതെ, അത് CISF ആണ്. ഇതിന്റെ ഫുൾ ഫോം എക്സാം പേപ്പറിൽ സ്ഥിരം കാണുന്നൊരു ചോദ്യമാണ്. നോട്ട് ചെയ്തോളൂ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായശാലകൾ, വിമാനത്താവളങ്ങൾ പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക. അതാണ് ഇവരുടെ പ്രധാന ഡ്യൂട്ടി. ഇപ്പോൾ ഞാനൊരു വർഷം പറയാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങ് പതിഞ്ഞോഴണം. 1969. എന്താ ഈ വർഷം ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ലേ? കാരണം 1969 മാർച്ച് 10-നാണ് CISF രൂപീകൃതമായത്. അതുകൊണ്ടാണ് മാർച്ച് 10 CISF റൈസിംഗ് ഡേ അല്ലെങ്കിൽ സ്ഥാപക ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ CISFന്റെ വർഷം ഏതാണ്? മറക്കരുത്, 1969. അപ്പോൾ മാർച്ച് 10 എന്ന ദേശീയ പ്രാധാന്യമുള്ളൊരു ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതേപോലെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള നമ്മുടെ സ്വന്തം കേരളം അടുത്തിടെ നേടിയ ചില കിടിലൻ നേട്ടങ്ങളിലേക്ക് വരാം. കേരളത്തിന്റെ ട്രോഫി ഷെൽഫ് ഈയിടെയായിട്ടങ്ങ് നിറഞ്ഞ് കവിയുകയാണ്. ഇതൊരു ഗംഭീര നേട്ടമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനന സർട്ടിഫിക്കറ്റ് മുതൽ കെട്ടിട നികുതി അടയ്ക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് K-സ്മാർട്ട്. ഈ ഡിജിറ്റൽ മികവിന് ദേശീയ തലത്തിൽ 1ാം സമ്മാനം കിട്ടി. ഒരു ദേശീയ മത്സരത്തിൽ ഏറ്റവും ബെസ്റ്റും മോഡേണുമായ സർക്കാർ സേവനത്തിനുള്ള സ്വർണ്ണ മെഡൽ K-സ്മാർട്ട് നേടിയെന്നോർത്താൽ മതി. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണിത്. നിങ്ങൾക്കെല്ലാവർക്കും കുടുംബശ്രീയെക്കുറിച്ച് അറിയാമല്ലോ അല്ലേ? സ്ത്രീകളെ സാമ്പത്തികമായും സാമൂഹികമായും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നമ്മുടെ അഭിമാന പദ്ധതിയാണത്. അതേപോലെ അതേ മാതൃകയിൽ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കാനായി സർക്കാർ തുടങ്ങിയൊരു പുതിയ ദൗത്യമാണ് സുശക്തി മിഷൻ. സിമ്പിളായി പറഞ്ഞാൽ, കുടുംബശ്രീ സ്ത്രീകളെ സഹായിക്കുന്നതുപോലെ സുശക്തി ഭിന്നശേഷിക്കാർക്ക് ഒരു കൈത്താങ്ങാണ്. സംസ്ഥാനതല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ 2 പോയിന്റുകൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഒന്ന്, സുശക്തി മിഷൻ നടത്തുന്നത് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ്. 2, ഇതിലും പ്രധാനപ്പെട്ടത് അതിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സന്റെ പേരാണ്. ഇതൊരു പേപ്പറും പേനയും എടുത്ത് എഴുതി വെച്ചോളൂ, MV ജയദാളി. ഈ പേര് ചോദ്യപേപ്പറിൽ കാണാൻ വലിയ സാധ്യതയുണ്ട്. കേരളത്തിലെ അഭിമാന നേട്ടങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്ത്യയുടെ ദേശീയ അന്തർദേശീയ തലത്തിലെ ചില പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിലേക്ക് പോകാം. ഡിഫൻസിലും സ്പോർട്സിലും ഇന്ത്യ അതിന്റെ ശക്തി തെളിയിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അഭിമാനമായ സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങളിപ്പോൾ ബ്രഹ്മോസിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഫിലിപ്പീൻസ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ. ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലിന്റെ നേവൽ വേർഷൻ വാങ്ങാൻ കരാറൊപ്പിട്ട 2ാമത്തെ രാജ്യമായി ഇന്തോനേഷ്യ മാറിയിരിക്കുകയാണ്. ഈ ഓർഡർ തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സൂപ്പർ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് അഥവാ PI എന്നോർത്താൽ മതി. P ഫോർ ഫിലിപ്പീൻസ് 1ാമത്, I ഫോർ ഇന്തോനേഷ്യ 2ാമത്. ഇതൊന്ന് കുറിച്ചു വെച്ചോളൂ. പരീക്ഷാ ഹാളിൽ ഒരുപാട് സമയം ലാഭിക്കാം. സ്പോർട്സിൽ നിന്നും ആദ്യത്തേത് എന്ന വിശേഷണമുള്ള ഒരു വാർത്തയുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026-ൽ നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ജപ്പാൻ മാറി. അപ്പോൾ ചോദ്യം വരും, ഏഷ്യയിൽ നിന്ന് ആദ്യം യോഗ്യത നേടിയത് ആരാണ്? ഉത്തരം ജപ്പാൻ. ഇനി നമ്മുടെ സ്വന്തം സഞ്ജു സാംസണെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 2026-ലെ T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു ആണെന്നൊരു വാർത്തയുണ്ട്. ഇതൊരു സ്പെഷ്യൽ പോയിന്റായി ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഒരു അപ്രതീക്ഷിത ചോദ്യമായി വന്നാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഇനി നമുക്ക് ലോകം മുഴുവൻ ശ്രദ്ധിച്ച, ഇന്ത്യയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു സംഭവത്തിലേക്ക് പോകാം. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തും ഭാവിയിൽ ഇത്തരം നിയമങ്ങൾ വരാൻ ഈ സംഭവം ഒരു കാരണമായേക്കാം. ഓസ്ട്രേലിയ ചരിത്രപരമായൊരു തീരുമാനമെടുത്തു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനമേർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഓസ്ട്രേലിയ മാറി.
ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ കർണാടക സർക്കാരും ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നതാണ്. കണ്ടോ, ഒരു ആഗോള സംഭവം എങ്ങനെ ഇന്ത്യക്ക് പ്രസക്തമാവുന്നു എന്നതിന് ഇത് നല്ലൊരു ഉദാഹരണമാണ്. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി പരീക്ഷാ ഹാളിൽ വെച്ച് ഇതൊന്നും മറന്നുപോകാതിരിക്കാൻ നമുക്ക് പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഒന്നുകൂടി ഓർത്തെടുക്കാം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. പെട്ടെന്ന് നോക്കാം. CISF സ്ഥാപക ദിനം എന്നാണ്. മാർച്ച് 10. ഏതു വർഷം? 1969. കേരളത്തിന് ദേശീയ ഗവേണൻസ് അവാർഡ് നേടിക്കൊടുത്ത പദ്ധതി ഏതാ? സ്മാർട്ട്. ബ്രഹ്മോസ് വാങ്ങിയ രണ്ടാമത്തെ രാജ്യം? ഇന്തോനേഷ്യ. നമ്മുടെ കോഡോർമ്മയുണ്ടല്ലോ, PI. പിന്നെ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ആദ്യ രാജ്യം? ഓസ്ട്രേലിയ. കിട്ടിയല്ലോ, എല്ലാം സെറ്റല്ലേ? ഇനിയൊരു ചെറിയ പരീക്ഷ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മനസ്സിൽ പറയണം കേട്ടോ. എന്നിട്ട് ഞാൻ ശരിയുത്തരം പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നോക്കണം. നമുക്ക് തുടങ്ങാം. ഒന്നോർത്ത് നോക്കിക്കേ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള പദ്ധതി. ആ സ്മാർട്ടായ പേരെന്തായിരുന്നു? ശരിയുത്തരം കിട്ടിയവർക്ക് അഭിനന്ദനങ്ങൾ. ഉത്തരം സ്മാർട്ടാണ്. എക്സലന്റ്. PI എന്ന നമ്മുടെ കോഡ് ഓർമ്മയില്ലേ? ഫോണിലെ ഇന്റർനെറ്റ്. അതുപയോഗിച്ച് നോക്കൂ. അതെ, ഉത്തരം ഇന്തോനേഷ്യ. ആ ട്രിക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇങ്ങനെയുള്ള കോഡുകൾ പരീക്ഷയിൽ നമ്മളെ ഒരുപാട് സഹായിക്കും. അവസാനത്തെ ചോദ്യം. കുടുംബശ്രീയുടെ മാതൃകയിൽ തുടങ്ങിയ പുതിയ പദ്ധതി ആർക്കു വേണ്ടിയായിരുന്നു അത്? ഉത്തരം ഭിന്നശേഷി സമൂഹം. 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ വിഷയങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. നമ്മൾ ഇന്ന് പഠിച്ച ഓരോ പോയിന്റും ഒന്ന് നോക്കിക്കേ. അത് നമ്മുടെ പ്രതിരോധ രംഗത്തെ കരുത്തായാലും, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിലെ മികവായാലും, സാമൂഹിക ശാക്തീകരണത്തിനുള്ള പുതിയ ചുവടുവെപ്പായാലും, ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയുടെ ഓരോ പടവുകളാണ്. നിങ്ങൾ പഠിക്കുന്ന ഓരോ ഫാക്റ്റും ഈ വലിയ ചിത്രത്തിന്റെ ഭാഗമായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ പഠനം കൂടുതൽ എളുപ്പമാകും, ഓർമ്മയിൽ നിൽക്കും. നിങ്ങളുടെ പരീക്ഷകൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക, വിജയം സുനിശ്ചിതമാണ്.